ധാരണം കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിശ്രേഷ്ഠമായ ശൈവ പരമ്പരയിൽ ഭസ്മധാരണം ഒരു ആചാരം മാത്രമല്ല, അത് ജീവിതത്തിൻ്റെ സത്യത്തെ ഓർമ്മിപ്പിക്കുന്ന ആത്മതത്വബോധമാണ്. അഗ്നിയിലെല്ലാം ദഹിച്ച് ശേഷിക്കുന്ന ഭസ്മം ശരീരവും ലോകവും അനിത്യമാണ് എന്ന സത്യം നമ്മെ പഠിപ്പിക്കുന്നു. ശ്മശാനവാസിയായ ശിവൻ നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് ജാതിയും പദവിയും സമ്പത്തും ഇതിനൊക്കെ അപ്പുറം മനുഷ്യൻ്റെ യഥാർത്ഥ അവസ്ഥയെ ബോധ്യപ്പെടുത്താനാണ്. നെറ്റിയിൽ നമ്മൾ ധരിക്കുന്ന 3 ചെറിയ ഭസ്മരേഖ, അതിനെ നമ്മൾ ത്രിപുണ്ഡ്രം എന്നാണ് വിളിക്കുന്നത്. ഇത് നീ ആരാണ്? നശ്വരമായ ശരീരമാണോ അതോ ശാശ്വതമായ ആത്മാവാണോ എന്നീ 3 ചോദ്യങ്ങൾ നമ്മോട് ചോദിക്കുന്നു. ഭസ്മധാരണത്തിലൂടെ ഒരു ശൈവൻ ഈ ശരീരം ഞാനല്ല, എന്നിലുള്ള ശിവതത്വം മാത്രമാണ് ശാശ്വതം എന്നീ ലോകത്തോട് പറയുന്നു. ഇത് അഹങ്കാരനാശത്തിനും ആത്മജ്ഞാനത്തിനും വഴിയൊരുക്കുന്നു. ഭസ്മം വൈരാഗ്യത്തിൻ്റെ ചിഹ്നമാണ്. ലോകത്തെ ഉപേക്ഷിക്കലല്ല, മറിച്ച് മായക്കാഴ്ചകളിൽ അഭിരമിക്കുന്ന ഈ ലോകക്രമത്തിൽ നിന്നും അകലം പാലിച്ച് പ്രതിഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യലാണ് ശ്രേഷ്ഠനായ ശൈവൻ്റെ ധർമ്മം എന്നവൻ മനസ്സിലാക്കുന്നു. ഒരാൾ ശൈവനായി ജന്മമെടുക്കുന്നത് ഈ ലോകത്തിൽ ആത്മതത്വം പറഞ്ഞു കൊടുക്കാനാണ്. കാരണം അവൻ ശിവഭൂതഗണങ്ങളിൽ ഒരാളാണ്. വീരശൈവ തത്വം ലോകത്തിന് പറഞ്ഞു കൊടുക്കുന്നതിനും ആചരിച്ചു കാണിക്കുന്നതിനും ശിവനയച്ച പഞ്ചാചാര്യന്മാരെ പോലെ ശിവതത്വങ്ങൾ സ്വന്തം ജീവിതത്തിൽ ആചരിച്ചു കാണിക്കേണ്ടവനാണ് ശൈവൻ. അതിന് കോട്ടം വന്നാൽ അവൻ വീണ്ടും ചണ്ടാളനായി കാലങ്ങളോളം ഈ ഭൂമിയിൽ പിറക്കേണ്ടി വരും. നെറ്റിയിലെ ത്രിപുണ്ഡ്രം സൃഷ്ടി സ്ഥിതി ലയം എന്നീ 3 അവസ്ഥകളെയും സത്വ രജസ് തമസ് എന്നീ 3 ഗുണങ്ങളെയും ഭൂത വർത്തമാന ഭാവി എന്നീ ത്രിതത്വങ്ങളെയും സൂചിപ്പിക്കുന്നു. ഇവയെല്ലാം കടന്നു പോകുന്നതാണ്. അതിനപ്പുറം നിൽക്കുന്നതാണ് ശിവതത്വം. അതിനാൽ ഭസ്മധാരണം അലങ്കാരമല്ല, മറിച്ച് സത്യമോർക്കാനും അഹങ്കാരം കുറയ്ക്കാനും ശിവസ്മരണയിൽ ജീവിക്കാനുമുള്ള ഒരു പ്രതിജ്ഞയാണ്. മരണബോധത്തിലൂടെയാണ് അമൃതത്തിലേക്കുള്ള യാത്ര എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ഓരോ ഭസ്മധാരണവും.